നമസ്കാരം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബഹുജൻ സമാജ്വാദി പാർട്ടി അഥവാ BSPക്ക് കനത്ത തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. മായാവതിയുടെ നേതൃത്വത്തിലുള്ള BSPയിൽ നിന്നും 10 MPമാർ പടിയിറങ്ങാൻ പോകുന്നു എന്നതിന്റെ കൃത്യമായ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. റിപ്പബ്ലിക് TV ആണ് ഇത് സംബന്ധിച്ചുള്ള വിശദമായ റിപ്പോർട്ട് പങ്കുവച്ചിരിക്കുന്നത്. BSP വിടാൻ ആലോചിക്കുന്ന 10 MPമാരിൽ 4 പേരും BJPയിലേക്ക് ചേരാൻ പോകുന്നു എന്നുകൂടി റിപ്പബ്ലിക് TV പറയുന്നുണ്ട്. ബാക്കിയുള്ള MPമാർ ഒരുപക്ഷെ സമാജ്വാദി പാർട്ടിയിലേക്ക് അഖിലേഷ് യാദവിനോടൊപ്പം നിൽക്കാനുള്ള സാധ്യതകളും ഏറെയാണ്. എന്തായാലും നിലവിൽ ശ്യാം സിംഗ് യാദവ്, ഋതേഷ് പാണ്ഡ്യ, സംഗീത ആസാദ് എന്നിവർ BJPയുമായി ഇതിനോടകം തന്നെ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുകൂടി പറയുന്നുണ്ട്. നിരവധി BSP MPമാർ സമാജ്വാദി പാർട്ടിയുമായും BJPയുമായും നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് തീർച്ചയായും BSPക്കും മായാവതിക്കും നൽകാൻ പോകുന്ന തിരിച്ചടി ചെറുതായിരിക്കില്ല. നമുക്കറിയാം, നോട്ട് നിരോധനത്തിന് ശേഷമാണ് BSP എന്ന പാർട്ടിയുടെ പതനം ആരംഭിക്കുന്നത്. കാരണം അവർക്ക് വലിയ രീതിയിലുള്ള സാമ്പത്തിക കോട്ടം ആ സമയത്ത് സംഭവിച്ചിരുന്നു. മാത്രമല്ല, നോട്ട് നിരോധനത്തോടു കൂടി BSPയുടെയും മായാവതിയുടെയും അടിത്തറ ഇളകുകയും ചെയ്തിരുന്നു. അതിനോടൊപ്പം തന്നെ ആരുമായും സഖ്യമില്ലാത്തതും BSPയെ കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ടായിരുന്നു. ഒറ്റയ്ക്കൊരു പോരാട്ടം ഇനി ഉത്തർപ്രദേശിന്റെ മണ്ണിൽ BSPക്ക് സാധ്യമല്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. അതിനോടൊപ്പം BSP പരമ്പരാഗതമായി പിന്തുടർന്നു പോന്നിരുന്ന പല നിലപാടുകളിലും വെള്ളം ചേർത്തിട്ടുണ്ട്. അങ്ങനെ ആ നിലപാടില്ലായ്മ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്കൊക്കെ കടന്നു കയറാൻ നടത്തിയ ശ്രമങ്ങൾ ഇതൊക്കെ പരാജയപ്പെടുകയും ചെയ്തിരുന്നു. ദളിത് വോട്ട് ബാങ്ക് ആയിരുന്നു BSPയുടെ എല്ലാ കാലത്തെയും വലിയ നേട്ടമെന്ന് പറയുന്നത്. അവരായിരുന്നു BSPയെ വിജയത്തിൽ എത്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ദളിത് വോട്ട് ബാങ്കുകളിലേക്ക് BJP ഉൾപ്പെടെയുള്ള പാർട്ടികൾ കടന്നു കയറിയതും BSPക്ക് വലിയ തിരിച്ചടി സമ്മാനിച്ചിട്ടുണ്ട്. എന്തായാലും MPമാർ BSP വിടുന്നത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക സ്ഥിരീകരണം മാത്രമേ ഇനി പുറത്ത് വരാനുള്ളൂ. നിരവധി ദളിത് മുഖങ്ങളെയൊക്കെ അണിനിരത്തിക്കൊണ്ട് BJPയോടെ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായും ഇത് BSPക്ക് തിരിച്ചടി ആവുന്നുണ്ട്. എന്തായാലും ഈ റിപ്പോർട്ടുകൾ അനുസരിച്ച് മായാവതി ഒറ്റയ്ക്ക് നിൽക്കാൻ തീരുമാനിച്ചത് INDAയിലും NDAയ്ക്കും ഒപ്പമില്ലാതെ തങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നുള്ള ഒരു പ്രഖ്യാപനം ഈ MPമാർക്കൊക്കെ വലിയ ആശങ്ക സമ്മാനിച്ചിട്ടുണ്ട്. കാരണം വിജയിക്കില്ല എന്നുള്ള ഒരു ഉറപ്പ് ഈ നേതാക്കൾക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ രാഷ്ട്രീയ ഭാവി സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി MPമാർ പാർട്ടി വിടാൻ ഒരുങ്ങുന്നതും അതിനോടൊപ്പം BJPയിലേക്കും SP-യിലേക്കും കളം മാറ്റി ചവിട്ടാൻ ഒരുങ്ങുന്നതും. തീർച്ചയായും ഇത് വലിയൊരു ട്വിസ്റ്റ് തന്നെ സമ്മാനിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. BSP എന്ന പാർട്ടിയുടെ തന്നെ അടിത്തറ ഇളക്കിക്കൊണ്ടാണ് ഈ MPമാർ പാർട്ടിയുടെ പടിയിറങ്ങുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.